ഗൈസ്, ഞാനിത് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി പാലക്കാട് സ്റ്റൈലുള്ള വെണ്ടയ്ക്കപ്പുളിയാണ് കേട്ടോ. വെണ്ടയ്ക്കപ്പുളി വെക്കാനും വെണ്ടയ്ക്ക കറി വെക്കാനും നിങ്ങൾക്കറിയാം എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ എങ്ങനെയാണ് വെണ്ടയ്ക്കപ്പുളി വെക്കണമെന്ന് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടി കുറച്ച് വെണ്ടയ്ക്ക, ഒരു സവാള, ഒരു തക്കാളി മുറിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വാളംപുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മൂടി തേങ്ങ ചിരവി അരച്ച് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കപ്പുളി വെക്കാനായിട്ട് വാളംപുളി തന്നെ വേണം. കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് പോയിട്ടാ. അങ്ങനെ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. ആവശ്യത്തിനുള്ള കടുകിട്ടു. കടുക് ഇങ്ങനെ ചടപടാന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് ഉലുവിട്ടു കേട്ടോ. ഉലുവിട്ട് കഴിഞ്ഞാൽ ഉലുവ കരിയാൻ പാടില്ല കേട്ടോ. കരിയുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വേപ്പില ഇട്ടു. അങ്ങനെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ സവാള ഉണ്ടല്ലോ, ആ സവാളയും കൂടെ അതിലേക്ക് തട്ടി നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. സവാള നല്ലപോലെ വഴണ്ടി വരണം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്കും കൂടെ കൊട്ടി അതിൽ വഴറ്റുണ്ടല്ലോ. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരി ആണെങ്കിലും വെണ്ടയ്ക്ക സാമ്പാറിലിടുകയാണെങ്കിലും വെണ്ടയ്ക്ക പുളിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വെണ്ടയ്ക്ക മുറിച്ചിട്ട് ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ വെണ്ടയ്ക്ക ഒന്ന് ചൂടാക്കും. അതിൻ്റെ പശ പോകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചൂടാക്കുക. അതേപോലെ കുറേ സമയം ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാനൊരു തക്കാളി മുറിച്ച് വെച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തീയിലൊന്നും ആക്കണ്ട, ചെറിയൊരു തീയിൽ കുറേ സമയം ഈ പശ പോകുന്നത് വരെ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക കേട്ടോ. ആ പശ പോയതിന് ശേഷം മാത്രമേ മുളക് പൊടി ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ പുളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ നല്ലപോലെ ഇളക്കി എൻ്റെ ആ വെണ്ടയ്ക്കൻ്റെ ഒരുവിധം പശയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അവരവർക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞങ്ങൾക്കിവിടെ നല്ല ചൊടി വേണം, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ മുളക് പൊടിയൊക്കെ ഇടും. അങ്ങനെ ഒരു 1-1.5-2 ടീസ്പൂൺ മുളക് പൊടികളും ഞാൻ ഇട്ടു. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇടുക. ഇത് ചെയ്യുമ്പോൾ നല്ല തീയിലൊന്നും ചെയ്യരുത്. മുളകും മല്ലിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറിൻ്റെ ടേസ്റ്റേ പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ നേരത്തെ പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ പുളി ഉണ്ടല്ലോ, അതൊക്കെ പിഴിഞ്ഞ് അവിടെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ എൻ്റെ വേറൊരു കറിയും കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് രണ്ടും കൂടി വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വെണ്ടയ്ക്കപ്പുളിൻ്റെ വീഡിയോ മാത്രം എടുക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ പുളിവെള്ളമൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് വെച്ച് അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ആ പുളിവെള്ളത്തിനൊക്കെ അങ്ങോട്ട് ഒഴിച്ചു. എനിക്ക് വെള്ളം പോരാന്ന് തോന്നിയിട്ട്, ആ വെണ്ടയ്ക്ക അതിൽ കിടന്ന് വേകാനുള്ള വെള്ളം പോരാന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലപോലെ തിളച്ചങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉപ്പിട്ടു, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് വെണ്ടയ്ക്ക വഴറ്റി കൊടുക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇടണം എന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ അങ്ങോട്ട് ഇട്ടത്. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും കൂടി ഒഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് കറി നല്ലപോലെ തിക്ക് പോലെ തോന്നി. അങ്ങനെ കുറച്ചുകൂടി ഞാൻ വെള്ളം അതിലേക്ക് ഒഴിച്ചു. നമ്മൾ തിക്ക് കറിയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ ഒഴിച്ച് കറിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി ഒരുവിധം അങ്ങോട്ട് ഇളക്കി സെറ്റായി വരുന്നുണ്ട്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ കടുകും ഉലുവയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നമ്മൾ താളിച്ചിട്ടാണല്ലോ വെണ്ടയ്ക്ക കൊട്ടിയത്. അങ്ങനെ അതുകൊണ്ട് ഈ കറി ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറി അങ്ങോട്ട് നല്ലപോലെ തിളച്ച് സെറ്റായി വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ വെണ്ടയ്ക്കപ്പുളി വെക്കാനായിട്ട് പഠിപ്പിച്ചത് എൻ്റെ മേമയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എപ്പോഴും ഇവിടെ വെണ്ടയ്ക്കപ്പുളി വെക്കാറ്, നിങ്ങൾ എങ്ങനെയാണ് വെക്കാമെന്ന് എനിക്കറിയില്ല. എൻ്റെ രീതി ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.